നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. എന്നാലും മാത്രമേ നമ്മളെ ചാനൽ ഒന്ന് ഗ്രോത്ത് ആവുള്ളൂ. അത് മാത്രമല്ല നിങ്ങളെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻറ്റും ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയണ്ടേ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ ഫ്രണ്ട് ചെക്കനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ചോദിക്കും, നിനക്കാണെങ്കിൽ ഒരു ഗുഡ് ന്യൂസും ഉണ്ട് ബാഡ് ന്യൂസും ഉണ്ട്, ഏതാ നിനക്ക് ഫസ്റ്റ് കേൾക്കേണ്ടതെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, നീ ഏത് വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾ എല്ലാ ഡിഫിക്കൽട്ടീസും എന്നവർ ഇങ്ങനെ തരണം ചെയ്യാൻ ഓക്കെ ആണെന്ന് പറയേ. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, ഈ ഒരു ലൈവ് സ്ട്രീമിങ് എപ്പോൾ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ആ ഒരു കുറച്ച് സമയം മാറ്റിയിട്ട് ഇപ്പം അത് 30 മിനിറ്റത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എന്നുള്ള കാര്യമായിരിക്കും ബാഡ് ന്യൂസ്. ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് ഇപ്പൊ ഇവര് ചെയ്ത ആ ഒരു ലൈവ് ഇല്ലേ, ആ ഒരു ലൈവിനാണെങ്കിൽ ഭയങ്കര ഹൈപ്പ് കിട്ടിയിട്ടുണ്ടാവും. നല്ല രീതിയിൽ ഇവർ ലൈവ് ആണെങ്കിൽ വൈറൽ ആയിട്ടുണ്ടാവും. ആ ഒരു കാര്യമായിരിക്കും ഫ്രണ്ട് പറയുന്നുണ്ടാവുക. ഇത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിനെ ഭയങ്കര ഹാപ്പി ആകും. അവനാണെങ്കിൽ പറയും, ഇത് മാത്രമല്ല നിനക്കാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ലോയൽ ഫാൻസ് ഉണ്ട്, അവരെ നീ ഒരിക്കലും നിരാശപ്പെടുത്താൻ പാടില്ല. നീ ഇങ്ങനെ ലൗല് അൺലക്കി ആണെങ്കിലും നിന്റെ വർക്കിൽ നീ ഭയങ്കര ലക്കി ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ പ്രശംസിക്കുന്നുണ്ടാവും. ആ ഒരു കോള് കട്ട് ചെയ്യുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഏഞ്ചിനെ ഹഗ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. കാരണം അവൾ അത്രക്ക് ഹാപ്പി ആയിരിക്കും. മാത്രമല്ല പിറ്റേ ദിവസം നമ്മളെ പെണ്ണിന്റെ റിസൾട്ട് വരുന്നുണ്ടാവുമായിരിക്കും. ഏത് ഇംപ്രൂവ്മെന്റ് എക്സാമിൽ അതിലാണെങ്കിൽ അവൾക്ക് 101 മാർക്ക് കിട്ടുന്നുണ്ടാവുമായിരിക്കും. അവൾ ഭയങ്കര ഹാപ്പിയിൽ ആ ഒരു കാര്യം ആന്റിനോടും പാനിനോടും നമ്മളെ ഫ്രണ്ടിനോടും എല്ലാം പറയുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ഗൂനാണെങ്കിൽ മെസ്സേജ് അയക്കാൻ നോക്കുന്ന ടൈം അവളെ മൈൻഡിലാണെങ്കിൽ അവൻ ഇവക്ക് 36 മാർക്ക് കൊടുത്തിട്ടില്ലേ, ഏത് ആ ഒരു ലവിന്റെ എക്സാമില് അതായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അവളാണെങ്കിൽ ഒന്നും പറയേണ്ട മനസ്സിൽ വിചാരിക്കും, അവൻ എൻ്റെ ബോസ് മാത്രമാണ്, ഇനി ഞാൻ ഒരിക്കലും അവനിൽ ഇംപ്രസ്ഡ് ആവൂലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. അങ്ങനെ നൈറ്റ് ആവുന്ന ടൈം അവക്കാണെങ്കിൽ ലൈവ് പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ട് അവളിങ്ങനെ മേക്കപ്പ് റൂമിൽ ഇരിക്കുന്ന ടൈമായിരിക്കും ഇവരെ ബോസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. എന്നിട്ട് അവളെ കൈമിൽ ഒരു പേപ്പർ കൊടുക്കുന്നുണ്ടാവും. നോക്കുമ്പോൾ എന്നാണ് ഇവർ ഈ ഒരു ബിൽഡിംഗ് ഇല്ലേ, അവിടെയാണെങ്കിൽ ഒരു ഗ്രാൻഡ് സെറിമണി നടക്കാൻ പോകുന്നുണ്ടാവും. അപ്പൊ ആ ഒരു പരിപാടിയിലേക്ക് ഇവള് പാർട്ടിസിപ്പേറ്റ് ആയിട്ട് പോവേണ്ടിയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും അത് കിട്ടുന്ന ടൈം അവള് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ടാവും. എന്നിട്ട് അവളാണെങ്കിൽ വീട്ടിലേക്ക് ഓടി വന്നിട്ട് ആന്റീൻ്റെ അടുത്ത് പറയും, നിനക്കൊരു കാര്യം അറിയാം, ഈ ഒരു പരിപാടിയിൽ എന്നെയാ സെലക്ട് ചെയ്തത്. ഫസ്റ്റ് അവരാണെങ്കിൽ ആ ഒരു ക്യൂട്ട് മാമിനെ വിളിക്കാനാ പറഞ്ഞത്, പക്ഷെങ്കിൽ അവർക്ക് എന്നിലാണ് ഇപ്പൊ വിശ്വാസമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയിൽ തുള്ളി ചാടുന്നുണ്ടാവും. അവൾ നേരെ റൂമിലേക്ക് പോകുക, അവളെ പിന്നാലെ തന്നെ നമ്മളെ ആന്റിയും പോകും. അതാണെങ്കിൽ എന്തെല്ലോ എടുത്തു വെക്കുന്നുണ്ടാവും. ആന്റിയും എന്നാന്ന് ചോദിക്കുന്ന ടൈം അവൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടിയും പറയുന്നുണ്ടാവില്ല. ഗൂനെ നോക്കുന്നാണെങ്കിൽ അവ സീരിയസ് ആയിട്ട് എന്തോ ഒരു സംഭവം ചെയ്യുന്നതായിരിക്കും. ഹാൻ ആണെങ്കിൽ പെട്ടെന്ന് അവിടത്തേക്ക് വന്നിട്ട് ഗൂന്റെ ചെയറിൽ ഇരിക്കാൻ നോക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, ഇവിടുന്ന് മാറി നിന്നോന്ന് പറയേ. ഹാൻ ആണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ ആ ഒരു ലൈവ് സ്ട്രീമിങ്ങില്ലേ, അതായത് നമ്മളെ ആന്റിൻ്റെത് അത് കാണാൻ നിൽക്കുന്ന ടൈം ഗു അതിനും വിടുന്നുണ്ടാവില്ല. അപ്പൊ ഹാൻ ആണെങ്കിൽ ചോദിക്കും, എന്നാടാ നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഹാൻ ഒരു ആനിമേഷൻ വീഡിയോ ഉണ്ടാക്കിയിട്ട് ആന്റീനെ പ്രപ്പോസ് ചെയ്തിട്ടില്ലേ, അതുപോലത്തെ ഒരു ആനിമേഷൻ വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. ഹാൻ ആണെങ്കിൽ പറയും, എടാ നീ ഒരു കാര്യം വിട്ട്, ഇതിങ്ങനെ മൂവ് ഓൺ ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഒരു ഫലം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നും പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ ഗു ആണെങ്കിൽ അത് വിടാൻ തയ്യാറാവുന്നുണ്ടാവില്ല. നമ്മളെ കാണുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ ഓഫീസിലേക്ക് വരുന്നതായിരിക്കും. അപ്പം നമ്മളെ തൊപ്പിയാണെങ്കിൽ എപ്പോൾ ഉള്ളതുപോലെ തന്നെ എന്തെല്ലോ പറയുന്നുണ്ടാവും. അതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണിനാണെങ്കിൽ ഒരു ഗിഫ്റ്റ് വരുന്നുണ്ടാവുക. അവക്കാണെങ്കിൽ ആരാ ഒരു ഗിഫ്റ്റ് അയച്ചതെന്ന് തിരിയുന്നുണ്ടാവില്ലേ. പക്ഷെ നമ്മളെ ഗോന്റെ നോട്ടം കാണുന്ന ടൈം അവനാണ് ഈ ഒരു സംഭവം ഒപ്പിച്ചിട്ടുണ്ടാവുക. സംഭവം എന്നായിരിക്കും ന്യൂ ആൽബം ഇറങ്ങുന്നുണ്ടാവുമായിരിക്കും, അതിനൊരു വേർഷൻ ആയിരിക്കും അത് കിട്ടിയ പാട് നമ്മളെ പെണ്ണിന് ഭയങ്കര ഹാപ്പി ആവുക. അപ്പൊ തൊപ്പിയാണെങ്കിൽ ചോദിക്കും, ഇത് നിനക്ക് ആരാ ഗിഫ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുന്ന ടൈം അവക്ക് അറിയില്ലായിരിക്കും. പക്ഷേ നമ്മളെ ഗോവനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ടാവും. എന്നിട്ട് അവനാണെങ്കിൽ ഒരു പാസ്റ്റ് അല്ല ഒരു ഇമാജിനേഷൻ ആലോചിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് ഇവളാണെങ്കിൽ നമ്മളെ ഗൂവിൻ്റെ അടുത്ത് വരുന്നതും ഗൂ ആണെങ്കിൽ അത് ഞാനാ നിനക്ക് തന്നേന്ന് പറയുന്നതും അവൾ താങ്ക് യു പറയുന്ന ടൈം അവനാണെങ്കിൽ അവളെ ഉമ്മ വെക്കാൻ നോക്കുന്നതും അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അവൻ ആലോചിക്കുന്നുണ്ടാവുക. ഗൂന്റെ ആലോചന എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ നോക്കുന്ന ടൈം അവൾ അവിടെ ഉണ്ടാവില്ലേ. എന്നിട്ട് അവനാണെങ്കിൽ തൊപ്പിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന ടൈം തൊപ്പിയാണെങ്കിൽ പറയും, അവള് പോയല്ലോ എന്ന് പറയും. എന്തോ ഒരു ഇന്റർവ്യൂവിന് പോയി എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അതേ ടൈം ഇവൻ കൊടുത്ത ആ ഒരു കാസറ്റ് ഇല്ലേ, അതാണെങ്കിൽ നമ്മളെ തൊപ്പിന്റെ കൈമിൽ കാണുന്നുണ്ടാവും. അപ്പൊ ഗു ആണെങ്കിൽ ചോദിക്കും, ഈ ഒരു ആൽബോ ഇതെങ്ങനെ നിന്റെ കൈമിൽ വന്നതെന്ന് ചോദിക്കുന്ന ടൈം ആ ഒരു ഡേ ആണെങ്കിൽ എനിക്കിത് തന്നെന്ന് പറയും. അപ്പൊ നമ്മളെ ഗു ആണെങ്കിൽ പറയും, ഇമ്പോസിബിൾ, അവൾ ഒരിക്കലും നിനക്ക് തരൂലെന്ന് പറയുന്ന ടൈം നമ്മളെ ഗോസിപ്പ് ചെക്കനില്ലേ
അവനാണെങ്കിൽ പറയും ഗു നിനക്കൊരു കാര്യം അറിയാം, ഈ ഒരു ആൽബം ശരി സീൻ്റെ ആണ്, ഈ ഒരു സി ആണെങ്കിൽ ഈ ഒരു ആൽബം ഇന്റർനെറ്റിന് എടുത്തിട്ട് നേരെ ഇങ്ങനെ വിൽക്കാൻ വെച്ച്. ആ ഒരു സംഭവമാണെങ്കിൽ ഏതോ ഒരു മണ്ടൻ വാങ്ങി. അപ്പം മണ്ടനും പൈസക്കാരനും ഒരേ സമയം ആയതുകൊണ്ടാണ് ഈ ഒരു ആൽബം വാങ്ങിയത്, അല്ലെങ്കിൽ ഉറപ്പായിട്ട് വാങ്ങൂല. ആ ഒരു ആൽബം വാങ്ങിയത് കൊണ്ട് തന്നെ എനിക്കിങ്ങനെ 80 യുവാനാണ് ലാഭം കിട്ടിയതെന്ന് പറയുന്നുണ്ട് അവർക്ക്. ഇതെല്ലാം കേൾക്കുന്ന ടൈം ഭഗവാന് ഇവർ ഈ പറയുന്ന മണ്ടൻ ഞാനല്ലേ എന്ന് നമ്മളെ ഗു ആലോചിക്കുന്നുണ്ട് അവർക്ക്. ഹാനും ഇത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവർക്ക്. ഹാൻ ആണെങ്കിൽ പറയും ഇത് വാങ്ങിയ ആള് സംടൈംസ് റിച്ച് ആയിരിക്കും, പക്ഷെങ്കിൽ ഒരിക്കലും മണ്ടനല്ല എന്ന് പറയുന്നുണ്ട്. ഇവരെല്ലാരും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കുന്ന അതേ ടൈം ആയിരിക്കും ഗുവിന്റെ ഫോണിലേക്കാണെങ്കിൽ ഒരു കോള് വരുന്നുണ്ടാവുക. നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലായിരിക്കും. കാരണം നമ്മളെ പെണ്ണാണെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് പോലീസിന്റെ കൈമിൽ പെട്ടുപോയിട്ടുണ്ടാവുമായിരിക്കും. അതെന്താണെന്ന് ഇപ്പം പറയുന്നില്ലേ. നമ്മളെ ഗു ആണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ടാവും. ആണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ ഒരു പേപ്പറിൽ ഇങ്ങനെ സൈൻ ചെയ്യുന്ന സമയത്തായിരിക്കും സംഭവം എന്നാണെന്ന് മനസ്സിലാവുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും ഒരു കള്ളനാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ മുന്നിൽ വന്നിട്ടുണ്ടാവുമായിരിക്കും. അയാളാണെങ്കിൽ ഇവളോട് ഇവളെ ക്യാമറ കൊടുക്കാൻ പറയും. ഇവളാണെങ്കിൽ ഞാൻ ക്യാമറ തരൂല എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന ടൈം അയാളാണെങ്കിൽ ഇവളിത് ഇതുപോലെ തള്ളിയിടുന്നുണ്ടാവുമായിരിക്കും. തള്ളിയിടുന്നത് കാണിക്കുന്നില്ല, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ് എന്താ പറയുക. അവളെ തള്ളിയിട്ടിട്ട് അവളെ തല പൊട്ടുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ പോലീസുകാരനാണെങ്കിൽ പറയും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരിക്കലും നമ്മൾ ഇതുപോലത്തെ സാധനത്തിന് വേണ്ടിയിട്ട് വാശി പിടിക്കാൻ പാടില്ല. കള്ളന്മാർ എന്ത് ചോദിച്ചാലും അത് കൊടുക്കണമെന്ന് പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഈ ഒരു ക്യാമറ എൻ്റെതല്ല കമ്പനിയിലെത്തതാണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കേണ്ടി നിന്നെന്ന് പറയുന്നുണ്ടാവും. പോലീസുകാരനും എൻ്റെ മോളെ നിനക്ക് നിന്റെ ജീവനല്ലേ വലുതെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ ഉപദേശിച്ചു കൊടുക്കും. നമ്മളെ ഗു ആണെങ്കിൽ ഭഗവാനെ ഇതുപോലത്തെ ഒന്നിനെയാണല്ലോ എൻ്റെ കമ്പനിയിൽ ഞാൻ പണിക്ക് വെച്ചതെന്നുള്ളൊരു ഭാവമല്ലേ, അങ്ങനത്തെ ഒരു ഭാവത്തിൽ നമ്മളെ പെണ്ണിനെ നോക്കുന്നുണ്ടോ. രണ്ടും കൂടിയിട്ട് പുറത്ത് വരുന്ന ടൈം അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ പോകുന്നതെന്ന് പറയേ. അവൻ ദേഷ്യം പിടിച്ചിട്ട് നീ ഇങ്ങനെ കാറിന്റെ അകത്തേക്ക് കയറിക്കോന്നൊന്നും പറയുന്ന ടൈം അത് ഓടി വന്നിട്ട് കയറുന്നുണ്ടോ. കാറിൽ പോകുമ്പോൾ അവളാണെങ്കിൽ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക്. അവനാണെങ്കിൽ പറയും നീ ഇങ്ങനെ തലകറങ്ങി വീണില്ലേ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് പറയും. അവളാണെങ്കിൽ പറയും നോക്ക് 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 എൻ്റെ തലക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് അവർക്ക്. സംഭവം മൂപ്പർക്ക് വേദന എടുക്കുന്നുണ്ട് അവർക്ക്. ഇത് കാണുന്ന ടൈം അവനും തിരി വരുന്നുണ്ട് അവർക്ക്. എന്നിട്ട് അവളാണെങ്കിൽ മനസ്സിൽ പറയും ഞാൻ ഇങ്ങനെ തലകറങ്ങി വീണത് എനിക്ക് പീരീഡ്സ് ആയത് കൊണ്ടാ, അത് ഞാൻ എങ്ങനെ പറയുമെന്ന് ചോദിക്കുക. അപ്പൊ അവളാണെങ്കിൽ വേണ്ടാന്നെന്ന് പറയുന്ന ടൈം അവൻ പിന്നെയും നിർബന്ധിക്കും. അവസാനം ഇവക്ക് ഒരു വഴിയില്ലാത്തത് കൊണ്ട് അവളാണെങ്കിൽ പറയും എനിക്കിങ്ങനെ പീരീഡ്സ് ആണ്, അതുകൊണ്ട് ഞാൻ തലകറങ്ങി വീണെന്ന് പറയും. പിന്നെ അവൻ ഒന്നും പറയുന്നുണ്ടാവൂലേ. എന്നിട്ട് അവനാണെങ്കിൽ ആ ഒരു ആൽബനാണ് അവക്ക് കൊടുത്തതെന്ന് അവളോട് പറയാൻ പോകുന്നതായിരിക്കും. എന്നിട്ട് അവളെ നോക്കുന്ന ടൈം ആണെങ്കിൽ അവള് നല്ല സുഖസുന്ദരായിട്ട് ഉറങ്ങുന്നുണ്ടാവുമായിരിക്കും. പിന്നെ അവനൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവനൊന്നും പറയുന്നുണ്ടാവൂല. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ അവളെടുത്ത ഫോട്ടോസ് ഒക്കെ നോക്കുന്നതായിരിക്കും. ഇതേ ടൈം ഗു അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുമായിരിക്കും. ഇവളാണെങ്കിൽ ഓരോ ഫോട്ടോസ് ആണെങ്കിൽ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അതിലാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഉണ്ടാവുമായിരിക്കും, അമ്മയും മകനും ഉണ്ടാവുമായിരിക്കും, ഒരു കൊച്ചു കുട്ടി ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഓരോന്നും ഉണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ പറയും ഇവരെ എല്ലാവരും മുഖത്തും നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ എക്സ്പ്രഷൻസ് ആണ്, പക്ഷെങ്കിൽ ഇവരെ എല്ലാവരുടെ ഉള്ളിലുള്ളത് ഒരൊറ്റ സംഭവമാണ്, അതാണ് ഈ ഒരു ലവ് എന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. ഇവനാണെങ്കിൽ ഇവളെ തന്നെ ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം പണ്ട് നടന്നൊരു കാര്യം ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ ആ ഒരു മത്സരം ജയിച്ചിട്ടില്ലേ, ആ ഒരു മത്സരത്തിലാണെങ്കിൽ ഇവർക്കൊരു ട്രോഫി കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അതും എടുത്തിട്ട് അവനാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ വായിന്ന് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുന്നതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെങ്കിൽ അച്ഛനാണെങ്കിൽ ഇവൻ ഒന്നിനും കൊള്ളൂല, അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ഇവനോട് സംസാരിച്ചിട്ടുണ്ടാവുക. അത് മാത്രമല്ല അച്ഛനും അമ്മയാണെങ്കിൽ ഭയങ്കര ബിസി ആയിരിക്കും, ഇവൻ്റെ കാര്യം അവർ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. ഈ ഒരു കാര്യം നമ്മളെ ചെക്കനാണെങ്കിൽ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവുമായിരിക്കും. ആ ഒരു ലവ് എന്നുള്ള വേർഡ് പറഞ്ഞത് കൊണ്ടായിരിക്കും ഇവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വരുന്നുണ്ടാവും. കഴിഞ്ഞ പാട് അവൻ വേറൊരു കാര്യം ആലോചിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ഹാനും നമ്മളെ ചെക്കനും ആണെങ്കിൽ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും. അവൻ്റെ അച്ഛനും അമ്മക്കും ആണെങ്കിൽ എന്തോ ഒരു ആക്സിഡന്റ് ഒന്ന് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരുന്നുണ്ടാവുക. ആ ഒരു കാര്യം ആലോചിച്ചിട്ട് നമ്മുടെ ചെക്കനാണെങ്കിൽ ഇതുപോലെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയൂ നിനക്ക് ഇപ്പോൾ എൻ്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ ഇല്ലേ, അതിന്റെ മീനിങ് എന്താണെന്ന് പറയാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്കുന്നുണ്ടാവുക. അവളാണെങ്കിൽ മനസ്സിൽ പറയും എത്ര കാലമായി ഞാൻ നിന്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, എന്നും മനസ്സിലായിട്ടില്ല, പിന്നെ എങ്ങനെ നിന്റെ ഈ ഒരു മുഖം കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കുവാന്ന് അവൾ മനസ്സിൽ പറയുന്നുണ്ടാവും. ഒരിക്കൽ നമ്മളെ ഗു ആണെങ്കിൽ പിന്നെയും അവളോട് പറ എന്ന് പറയുകയാണെങ്കിൽ വേറൊന്നും പറയാണ്ട് ഗുവിനോട് പറയും എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയേ. അവന് പറയും എനിക്കും പറയാനുണ്ട് എന്ന് പറയും. അപ്പൊ അവളാണെങ്കിൽ നിങ്ങൾ ആദ്യം പറയാന്നൊന്നും പറയുന്ന ടൈം അവനാണെങ്കിൽ പറയും വേണ്ട നീ തന്നെ പറയാന്ന് പറയേ. എന്നിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നാളെ
എനിക്കൊരു ലീവ് വേണമെന്ന് പറയും. അവനാണെങ്കിൽ പറയും നീ 3 ദിവസം 4 ദിവസം എത്ര ദിവസം വേണമെങ്കിലും ലീവ് എടുത്തോന്നു പറയേ. അവളാണെങ്കിൽ പറയൂ അങ്ങനത്തെ ലീവല്ല, ഞാൻ ഈ ഒരു കമ്പനിയിൽ നിന്ന് പോകാൻ പോകുന്നതാണ്, എൻ്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞെന്ന് പറയേ. അവനാണെങ്കിൽ പറയൂ അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ടിട്ട് നീ നമ്മളെ കമ്പനിയിലത്തെ റെഗുലർ എംപ്ലോയി ആയിക്കോന്നെന്ന് പറയുന്ന ടൈം അവളാണെങ്കിൽ വേണ്ട അതെന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ എടുത്ത് കൊടുക്കുക. അതായത് ഇവിടെ ഇന്റേൺഷിപ്പിന്റെ ഒരു പേപ്പർ ഉണ്ടാവില്ലേ, ആ ഒരു പേപ്പർ ആയിരിക്കും. എന്നിട്ട് അവനോട് അതിൽ സ്റ്റാമ്പ് ചെയ്യാൻ പറയുന്നുണ്ടായിരിക്കും. അവനാണെങ്കിൽ പറയും എന്ത് നീ ശരിക്കും ഈ ഒരു കമ്പനി വിട്ടിട്ട് പോകുന്നാണോ, നിനക്കിങ്ങനെ സാലറി കുറവാണോ, എന്നാ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കേ. അവളാണെങ്കിൽ അതൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പോകുന്നതെന്ന് അറിയുന്ന ടൈം നമ്മളെ ചെക്കന് ഭയങ്കര ടെൻഷൻ ആവും. അവനാണെങ്കിൽ 100 ചോദ്യങ്ങൾ അവളോട് ചോദിക്കുന്നുണ്ടാവുക. അവക്കാണെങ്കിൽ എന്നാ മറുപടി കൊടുക്കേണ്ടത് തീയുന്നുണ്ടാവില്ല. ഇതേ ടൈം അവനാണെങ്കിൽ ഒരു കോള് വന്നിട്ട് ഇവളോട് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. പുറത്തേക്ക് പോയ ആ സമയത്ത് നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ടാവുക. ഇതേ ടൈം ഒരു ബോക്സ് എടുത്തിട്ട് അവൾ പുറത്തേക്ക് വെക്കുന്നുണ്ടാവുമായിരിക്കും. ആ വെക്കുന്ന ടൈം അവളാണെങ്കിൽ ഗൂനൊരു നോട്ടം നോക്കുന്നുണ്ടാവുക. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കമ്പനിയിലത്തെ എല്ലാ സ്ഥലങ്ങളും അവളിത് ഇതുപോലെ നോക്കുന്നുണ്ടാവുമായിരിക്കും. സംഭവം മൂപ്പർക്ക് നല്ല സങ്കടം ഉണ്ടാവുമായിരിക്കും. അവളെ കണ്ണ് കലങ്ങുന്നുണ്ടാവുമായിരിക്കും. കാരണം ഈ ഒരു കമ്പനിയിൽ അവൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും നല്ലോണം അറിയാലോ. പക്ഷെ അവളെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനോ വാട്ട് എവർ ഇറ്റ് ഈസ് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അവളാണെങ്കിൽ അവിടുന്ന് പുറത്ത് പോകുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ കോള് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്ന് നോക്കുന്ന ടൈം നമ്മളെ പെണ്ണിനെ കാണുന്നുണ്ടാവില്ലേ, അവന് ഭയങ്കര സങ്കടം ആവുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും അവൾ വെച്ച് ആ ഒരു പെട്ടി അവൻ കാണുന്നുണ്ടാവുക. പെട്ടിയല്ല, ഒരു ചെറിയ ബോക്സ് ആയിരിക്കും. ഒരു ബോക്സ് തുറന്നു നോക്കുന്ന ടൈം എന്നായിരിക്കും എന്നറിയാം. ഇവനാണെങ്കിൽ അവക്ക് മുടി കെട്ടി കൊടുത്ത ദിവസം നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ആ ഒരു ദിവസം ആണെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ടില്ലേ, ഏത് ഇൻസ്റ്റന്റ് ഫോട്ടോ, ആ ഒരു ഫോട്ടോ ആയിരിക്കും. ആ ഒരു സംഭവം കാണുന്നേരം ഇവനിങ്ങനെ മുടി കെട്ടി കൊടുത്ത കാര്യങ്ങളും അതൊക്കെ അവന്റെ മൈൻഡിലൂടെ ഓടുന്നുണ്ടോ. ഇത് മാത്രമല്ലേ നമ്മളെ പെണ്ണാണെങ്കിൽ നൈറ്റ് ലൈവിൽ പോകുന്നില്ല, ലൈവിൽ പോകുന്ന ടൈം അവളാണെങ്കിൽ പറയും നിങ്ങൾ ഇത്ര കാലം കണ്ട ഡേ ഇല്ലേ, ആ ഒരു ഡേ ആണെങ്കിൽ മരിച്ചു പോയി, ഇനി മുതൽ പുതിയൊരു ഡേ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അവർക്ക്. കാരണം എന്നാ അവക്കാണെങ്കിൽ നമ്മളെ ഗൂന മറക്കണായിരിക്കും. അതുകൊണ്ട് അവള് വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് അവിടെ ചിത്രീകരിക്കാൻ നോക്കുന്നതായിരിക്കും. എന്നിട്ട് അവള് പാട്ട് പാടുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ പാട്ട് പാടുന്ന ടൈം അവക്കാണെങ്കിൽ നമ്മളെ ഗൂന്റെ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ലൈവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. കാരണം എത്ര നമ്മൾ ഒരാളെ മറക്കണം എന്ന് വിചാരിക്കുന്നോ അത്രത്തോളം നമ്മളെ ഓർമ്മയിലേക്ക് അയാൾ വരൂ എന്ന് പറയുന്ന കേൾക്കല്ലേ, അതുപോലെ ആയിരിക്കും നമ്മളെ പെണ്ണിന്റെ അവസ്ഥ ഉണ്ടാവുക. അവളാണെങ്കിൽ അവളെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് വരുന്ന ടൈം നമ്മളെ ഗൂ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഗൂനാണെങ്കിൽ ഇവള് നമ്മളെ ഡേ ആന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഇവളാണെങ്കിൽ വെറുതെ വന്നിട്ട് എന്തല്ലോ പറഞ്ഞിട്ട് ചൊറിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പെണ്ണിനെ മൈൻഡ് ആക്കുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ പിന്നെയും അവനോട് ടോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ മൈൻഡ് ആക്കൂല. അവസാനം അവനാണെങ്കിൽ അവളോട് ചോദിക്കും നീ ഇങ്ങനെ ഫ്രീ ആണോ എന്ന് ചോദിക്കുന്ന ടൈമിൽ അവളാണെങ്കിൽ ഞാൻ ഫ്രീ ആണെന്ന് പറയും. എന്നിട്ട് അവനാണെങ്കിൽ പറയും നീ ഫ്രീ ആയിരിക്കും, പക്ഷേ ഞാൻ ഫ്രീ അല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് മാറിപ്പോകുകയും. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ മൈൻഡിൽ ആലോചിക്കും ഇന്നലെ രാത്രി വലിയ ഷോ എല്ലാം കാണിച്ചിട്ട് വന്നിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഇവനിങ്ങനെ സൈൻ ചെയ്തിട്ടില്ലല്ലോ, അതെങ്ങനെ ഞാൻ ചോദിക്കും എന്നുള്ളൊരു തിങ്കിലായിരിക്കും നമ്മളെ പെണ്ണ് ഉണ്ടാവുക. ഇന്നലെ അവൾ വരുന്ന ടൈം അവളെ സർട്ടിഫിക്കറ്റ് അവൾ അവിടെ വെച്ചിട്ടല്ലേ വന്നത്, അതായിരിക്കും മുമ്പ് ആലോചിക്കുന്നുണ്ടാവുക. അവളാണെങ്കിൽ അവന് മെസ്സേജ് അയക്കേ. അതേ ടൈം അവനാണെങ്കിൽ പറയും നിന്റെ ഇന്റേൺഷിപ്പിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ ചാടിക്കളഞ്ഞെന്ന് പറയും. അവളാണെങ്കിൽ പിന്നെയും ഒരു PDF അയച്ചിട്ടാണെങ്കിൽ പറയും എന്നാ പിന്നെ ഇതിലൊന്ന് സ്റ്റാമ്പ് ചെയ്ത് തരുമെന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ അത് മൈൻഡേ ആക്കുന്നുണ്ടാവില്ല. നമ്മളെ പെണ്ണിങ്ങനെ പുകഞ്ഞ് ആലോചിക്കുന്നുണ്ടാവും ഇനി എന്നാ ചെയ്യുവാന്ന്. നമ്മളെ ഡേ ആണെങ്കിൽ ട്രിക്ക് എടുക്കുക. അവളാണെങ്കിൽ ഗൂനോട് ചോദിക്കും നിന്റെ കമ്പനിയിൽ ഒരു പെണ്ണുണ്ടായിട്ടില്ലേ, ആ ഒരു പെണ്ണാണെങ്കിൽ റിസൈൻ ചെയ്തോന്ന് ചോദിക്കുക. അതേ ടൈം ഗൂനാണെങ്കിൽ സന്തോഷായില്ലേ. ഗൂ ആണെങ്കിൽ ചോദിക്കും എന്ത് നിനക്ക് ലിയാങ്ങിനെ അറിയാം, അവള് നിനക്ക് ഇങ്ങനെ അറിയോന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ഡേ തന്നെയാണല്ലോ ലിയാങ്. ഡേ ആണെങ്കിൽ പറയും അവൾ എൻ്റെ റൂമിന്റെ കുറച്ചപ്പുറത്തുള്ള ഒരു റൂമാണ്, എനിക്ക് അവളെ അറിയാം, നമ്മളെ എപ്പെങ്കിലെല്ലാം ആയിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യലുണ്ട്, അവൾക്ക് ഇങ്ങനെ ഒരു ടീച്ചർ ആകണമെന്ന ആഗ്രഹം, അവളെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞതാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറയേ. ഇതെല്ലാം കേൾക്കുന്ന ടൈം നമ്മളെ ഗൂനാണെങ്കിൽ എന്തെല്ലോ നമ്മളെ പെണ്ണിന്റെ ഓർമ്മ വരുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അവനാണെങ്കിൽ ഒന്നും പറയാണ്ട് അവന്റെ വണ്ടിയിൽ കയറിയിട്ട് പോകും. ഇതേ ടൈം നമ്മളെ പെണ്ണിങ്ങനെ ആലോചിക്കുന്നുണ്ടാവുമായിരിക്കും ഇവനിന് എൻ്റെ സർട്ടിഫിക്കറ്റിൽ സൈൻ ഇട്ട് തരുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ആ ഒരു സർട്ടിഫിക്കറ്റിൽ സൈൻ ഇട്ടാൽ മാത്രമല്ലേ ഇവള് 3 മാസം അവിടെ വർക്ക് ചെയ്തെന്നുള്ളൊരു തെളിവുള്ളൂ. അല്ലെ ചെക്കനാണെങ്കിൽ വീട്ടിൽ ഭയങ്കര സങ്കടത്തിലായിരിക്കും എത്തുന്നുണ്ടാവുക. ഹാനാണെങ്കിൽ നമ്മളെ ആൻറ്റിയിലെ അവളെ ലൈവ് കണ്ടിട്ട് അവൾക്ക് എന്തെല്ലോ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ സന്തോഷത്തിലായിരിക്കും മൂപ്പർ ഉണ്ടാവുക. ഇവൻ വന്ന വഴി എപ്പോൾ ഉള്ളതുപോലെ തന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അതേ ടൈം ഗു ആണെങ്കിൽ പറയൂ ഇങ്ങനെ ഡേ ആണെങ്കിൽ റിസൈൻ ചെയ്ത് അതുകൊണ്ട് കുറച്ച് സമയത്തേക്കെങ്കിലും എനിക്കൊന്ന് സമാധാനം തരുക. വന്ന അന്ന് തൊട്ടിട്ട് അവക്കെന്നെ ഇഷ്ടമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേങ്കിൽ
എന്നെ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾ ഒരിക്കലും റിസൈൻ ചെയ്യില്ലായിരുന്നു എന്നൊക്കെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ഹാൻ ആണെങ്കിൽ നമ്മളെ ഗോ ഭയങ്കര സങ്കടത്തിലാന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവൻ അവിടുന്ന് പോകുന്നുണ്ടാവും. പെണ്ണിനെ നോക്കുന്നതാണെങ്കിൽ അവൾക്കിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു സങ്കടത്തിലായിരിക്കും. നമ്മളെ ഗോനെ കൊണ്ട് അവളെ തിങ്ക് ആക്കുന്ന കൂടി ഉണ്ടാവും. സങ്കടം കണ്ടിട്ട് ഹാൻ ആണെങ്കിൽ നമ്മളെ ഡേ പെണ്ണിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഡേ ആണെങ്കിൽ മൈൻഡ് വരെ ആക്കുന്നുണ്ടാവില്ല. ഹാൻ ആണെങ്കിൽ ഗോനോട് പറയും, എടാ നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട, എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, അവൾ എൻ്റെ കോളും എടുക്കുന്നില്ല, നിങ്ങൾ രണ്ടാളും ഒന്ന് സംസാരിക്കുക എന്നാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം നമ്മളെ ഗോ ആണെങ്കിൽ പണ്ട് അവളെ കൂടെ ഉണ്ടായിരുന്ന സമയങ്ങളൊക്കെ അവൻ ആലോചിക്കുന്നതായിരിക്കും. അതായത് അവളെ കോൺഫിഡൻസ്, ഓരോ കാര്യത്തിലും അവൾ തിങ്കാക്കുന്ന ആ ഒരു മൈൻഡില്ല, ആ ഒരു മൈൻഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ചെക്കൻ ഇങ്ങനെ ആലോചിച്ചോട് നിൽക്കലായിരിക്കും. നമ്മളെ ഹാൻ ആണെങ്കിൽ ഗോനെ ഇങ്ങനെ വിളിച്ചോട് നിൽക്കുന്നുണ്ടാവും, നിർത്താണ്ട് വിളിക്കുന്നുണ്ടാവും. അവസാനം നമ്മളെ ഗോ ആണെങ്കിൽ പുറത്ത് വരും. എന്നിട്ട് അവനാണെങ്കിൽ നമ്മളെ റോബോ ചെക്കനെ കൊണ്ട് എന്തെല്ലോ പറയുന്നുണ്ടാവും, അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. എന്നിട്ട് ഇവരെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരാളുണ്ടാവും, അയാളാണെങ്കിൽ ഇപ്പൊ മൊത്തമായിട്ടുള്ള പൈസ തരാൻ പറ്റൂല എന്ന് പറയുന്നുണ്ടാവും. ആ ഒരു കാര്യം നമ്മളെ ഗോ പറയുന്ന ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ ചോദിക്കും, അപ്പോ നീ ഇങ്ങനെ ഡേന്റെ കാര്യത്തിലല്ലേ സങ്കടം, ഈ ഒരു കാര്യത്തിലാണോ എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ഗോ ആണെങ്കിൽ പറയും, ഇനി ആ ഒരു പേര് നീ മിണ്ടി പോവരുത് എന്ന് പറയേ. അതേ ടൈം ഹാൻ ആണെങ്കിൽ ചോദിക്കും, ഏത് പേര്, ഡേന്റെ പേരാണോ എന്ന് ചോദിക്കുന്ന ടൈം ഗോ ആണെങ്കിൽ പറയും, ഇത് അവസാന പ്രാവശ്യമാണെന്ന് പറയൂ. നമ്മളെ ഹാൻ ആണെങ്കിൽ അപ്പാട് വായു കൂട്ടുന്നുണ്ടോ. ഈ ടൈം നമ്മളെ ഡേ പെണ്ണിനെ നോക്കുന്നതാണെങ്കിൽ അവളാണെങ്കിൽ ഡാൻസ് പ്രാക്ടീസിനായിട്ടും വന്നിട്ടുണ്ടാവും. നോക്കുമ്പോൾ അവിടെ ഒരു മാം ഉണ്ടാവുമായിരിക്കും. ഇവരെ കോച്ചാണെങ്കിൽ പറയൂ, നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നിങ്ങൾ രണ്ടാളും ഒപ്പരം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഡാൻസ് കളിക്കാനാ പറഞ്ഞതെന്ന് പറയേ. ചൂടല്ലല്ലേ, അതുകൊണ്ടാണ് നാവ് കുഴയുന്നത് കേട്ടാ. ഗ്രൂപ്പ് ഡാൻസാ കളിക്കാനാ പറഞ്ഞതെന്ന് പറയേ. നമ്മളെ പെണ്ണിന് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേങ്കിൽ നമ്മളെ മാങ്ങിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. മാങ്ങിന് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തോ ഒരു പണി വരുന്നുണ്ട് അവറാച്ച. പറഞ്ഞിട്ടില്ലേ ആ ഒരു പരിപാടിക്കാണെങ്കിൽ നമ്മളെ പെണ്ണ് ഒറ്റക്കാന്ന് പങ്കെടുക്കുന്നുള്ളൂ എന്ന്. പക്ഷേങ്കിൽ പെട്ടെന്നായിരിക്കും ആ ഒരു തീരുമാനം മാറ്റിയിട്ടുണ്ടാവുക. ആ ഒരു സങ്കടത്തിലായിരിക്കും നമ്മളെ പെണ്ണുണ്ടാവുക. ആ ഒരു സങ്കടമാണെങ്കിൽ നമ്മളെ പെണ്ണ് ആൻറ്റീനോട് പറയുന്ന ടൈം നമ്മളെ ആൻറ്റി ആണെങ്കിൽ പറയും, നിനക്കിങ്ങനെ ഒറ്റക്ക് സ്റ്റേജ് കൈകാര്യം ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരെങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. നീ പേടിക്കണ്ട, നീ അവളെ കൂടെ നിന്നിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന പറയേ. എന്നിട്ട് ആൻറ്റി ആണെങ്കിൽ എന്തോ ഒരു സാധനം വാങ്ങേണ്ടിയിട്ട് നമ്മളെ പെണ്ണിനെ പുറത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ അന്തവും കുന്തോന്നും ഇല്ലാണ്ട് നടക്കുന്ന അതേ ടൈം ആയിരിക്കും അവളാണെങ്കിൽ നമ്മളെ ഹാൻ ചെക്കനെ കാണുന്നുണ്ടാവുക. ഹാനും ഇവളെ കാണുന്നുണ്ടാവും. അപ്പം നമ്മളെ പെണ്ണാണെങ്കിൽ നീ എന്താ ഇവിടാന്ന് ചോദിക്കുന്ന ടൈം ആയിരിക്കും അവളെ ഫോണിലേക്ക് നമ്മളെ ആൻറ്റി അയച്ചൊരു മെസ്സേജ് കാണുന്നുണ്ടാവുക. അതായത് നിനക്കാണെങ്കിൽ അയാളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി, അയാളെ കണ്ടു കിട്ടിയ വാർഡ് തന്നെ നീ വേഗമായൊരു സാധനം എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറയേ. എന്നിട്ട് കോണ്ടാക്ട് നമ്പർ അയക്കുന്ന ടൈം അതിലാണെങ്കിൽ ലവ് എന്നായിരിക്കും ഉണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ ലവ് എന്ന് പറഞ്ഞിട്ട് നോക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ അത് ഞാനാണെന്ന് പറയേ. അത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിന് ഭയങ്കര അത്ഭുതമാവുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു സീനോട് കൂടിയിട്ട് നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും. നമ്മളെ പെണ്ണിന് ഹാനും ആൻറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, നമുക്കും അറിയില്ല. അവരെപ്പോൾ സെറ്റായതെന്ന് തന്നെ നമുക്കറിയില്ല. ഇനി സെറ്റായിനോ അത് നമ്മളെ തിങ്ക് മാത്രമാണോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ബൈ.